പ്രണയമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ആരോടെങ്കിലും ഒക്കെ ആയിട്ട് പ്രണയം ഉണ്ടാകാം. അത് വിവാഹം കഴിഞ്ഞാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രണയമുണ്ട്, അതിനു മുൻപാണെങ്കിലും നമുക്ക്. അപ്പം ഈ ഒരു പ്രണയ ദിനത്തില് എല്ലാവർക്കും ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ആശംസകൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പിയും ഉണ്ട്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? നമ്മൾ ഈ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ദിനത്തില്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായിട്ട് വെക്കണം. അപ്പം ഇതിവിടെ 1/4 കപ്പ് മിൽക്കാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. വിനെഗർ ചേർത്തതിന് ശേഷം ഇതിനെ ഒരു സൈഡിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കേക്ക് പാൻ എപ്പോഴും നമ്മൾ കേക്ക് റെഡിയാക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പാച്ചിങ് പേപ്പർ ഒക്കെ ഇട്ട് കേക്ക് പാനും റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഒട്ടും വെള്ളമയോ ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് എന്ന് പറയുന്നത് മെഷറിംഗ് കപ്പിൽ 250 ml ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 പിഞ്ച് ഉപ്പ്. ഇത്രയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 or 3 തവണ അരിച്ചെടുക്കണം. എങ്കിലും നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും നന്നായിട്ട് റെഡിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 2 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളതായിരുന്നു. അപ്പം നമുക്ക് ബട്ടർ വീടുകളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഞാൻ അതിന് മുൻപുള്ള കേക്കിലൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബട്ടറിലേക്ക് 1 കപ്പ് ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തരിയോടുകൂടിയുള്ള ഷുഗറാണിത്. ഇതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി 4 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അത് എഗ്ഗ് യോക്കും വൈറ്റും എല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഷുഗർ തരിയായിട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം നേരം എടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ ആ ഷുഗർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അത് ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ അടിയിൽ കിടക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതോട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഹാൻഡ് മിക്സറിന്റെ ആവശ്യമില്ല. ഇവിടെ കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആയിരിക്കണം. അതല്ല നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലാണ് വെച്ചുണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ഉള്ള പാത്രത്തിലും ഇതുപോലെ തന്നെ 10 മിനിറ്റ് നേരം ചൂടാകാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് ആ കേക്ക് ബേക്കായി കിട്ടത്തില്ല നന്നായിട്ട്. കേക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ പതുക്കെ വേണം അത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ റെഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജെൽ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജെൽ കളർ ചേർക്കുക. അപ്പോൾ സൂപ്പർ റെഡ് വേണം ചേർക്കാനായിട്ട്. ടൊമാറ്റോ റെഡ് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആ റെഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നല്ലൊരു കളർ കിട്ടത്തില്ല. ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓവനും 10 മിനിറ്റ് ആവാറായിട്ടുണ്ട്, പ്രീ ഹീറ്റ് ആവുന്നുണ്ട്. കേക്ക് പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ കേക്ക് ബാറ്റർ ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വേണം. ഇപ്പൊ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് 160 ഡിഗ്രിയിൽ 50 മിനിറ്റ് ആണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നത് ഓവനിൽ. ഇപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കേക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം ബേക്ക് ആയോ എന്നറിയാൻ.
അപ്പം ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പം ആ കേക്ക് ബാറ്ററിന്റെ ഒട്ടും ഈ സ്റ്റിക്കലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയെന്നാണ് അതിനർത്ഥം. അപ്പം കേക്കൊക്കെ ഇവിടെ ബേക്ക് ആയിട്ടിരിക്കുകയാണ്. ഇതൊരല്പം ഒന്ന് ആറി കഴിയുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് ഇവിടെ കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നാറി കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതപ്പം നമ്മുടെ കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുകളിൽ ഭാഗം കുറച്ചൊന്ന് പൊന്തി വന്നായിരുന്നു ആ കേക്കിൻ്റെ. അപ്പോൾ ആ ഒരു ഭാഗം അതുപോലെ കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കാരണം നമുക്കിതൊന്ന് ലാസ്റ്റ് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ അത് ഇവിടെ എടുത്ത് വെച്ചു. ബാക്കി 3 ലെയർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം 2 കപ്പാണ് എടുക്കുന്നത്. 2 കപ്പ് വിപ്പിംഗ് ക്രീം 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിനി കേക്കിന് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീമൊക്കെ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ടേബിളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഏറ്റവും മുകളിലത്തെ ലെയർ ഉണ്ടായിരുന്നു, അത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് മുറിച്ചതിൻ്റെ മുകളിലത്തെ പീസാണിത്. ഇത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ 1/2 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളവും കൂടി ആണ് തിളപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് ആറാനായിട്ട് വെച്ചിട്ട് അതാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു പൈപ്പിംഗ് ബാഗിലാക്കി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയതാണ്. ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1:2 എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുന്നത്. 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ നേർ പകുതി വിപ്പിംഗ് ക്രീം കൂടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കണം. സെക്കൻഡ് ലെയറിൽ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ അതേ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീം, പിന്നെ ചോക്ലേറ്റ് ഗണേഷ് ഇതുകൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്കിന്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. താഴെ ഒരു ബോർഡറും കൂടെ കൊടുക്കാം. അത് നമ്മുടെ വൈറ്റ് കളർ തന്നെ വെച്ചിട്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണിത്. അപ്പം ഞാനിതിൽ ഈ താഴെ ബോർഡർ വരച്ച കൂടത്തിൽ തന്നെ അതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഹാർട്ട് ഷേപ്പിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന്റെ വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ ഒരു വാലന്റൈൻസ് ഡേ ദിനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വീടുകളിൽ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിന്റെ മുകളിലോ അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.